ലാലേട്ടനെ പഠിപ്പിക്കണമെന്നാണ്. വീണ്ടും ലാലേട്ടൻ. ഹായ് ലാലേട്ടാ, ഞാനിവിടെ ഉണ്ട്. എങ്ങനെയുണ്ടായി ലാലേട്ടനെ ഡാൻസ് പഠിപ്പിച്ചിട്ട്? ലാലേട്ടൻ കളിക്കുന്ന കാണാൻ തന്നെ രസമല്ലേ. ഉറപ്പായിട്ടും. ഇനി പെർഫോം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പരിപാടി കൊറിയോഗ്രാഫി ചെയ്യുന്നതാണ്. അങ്ങനെ എനിക്ക് ഡ്രീമുകളില്ല. ഞാൻ ഡ്രീമിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പണിയെടുപ്പിക്കില്ല, നമ്മളങ്ങനെ പണിയെടുക്കും പോലെ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കരുത്. ഡാൻസ് എന്നുള്ളത് ഒരു ഹാപ്പിനെസ് കിട്ടുന്ന സാധനമാണ്. ചുരുക്കം ചില സിനിമകളും ഉണ്ട് നമ്മൾ മലയാളികളുടെയൊക്കെ മനസ്സിൽ ഭയങ്കര പ്രിയപ്പെട്ടതായി മാറിയ ഒരു വളർന്നു വരുന്ന കലാകാരനാണ് ഇന്ന് നമ്മുടെ ഒരു ക്ലബ് എഫ് എമ്മിലുള്ള കേട്ടോ. റീസെൻ്റ്ലി ഞാൻ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിയുമ്പോൾ ഈ ആളുടെ ഡാൻസ് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് ഞെട്ടിപ്പോയി. വെൽക്കം മനോജ് മോസിസ് ഓൺ ടു ക്ലബ് എഫ് എം. എന്തൊക്കെയുണ്ട്? സുഖമായി. ഞാൻ ഡാൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ഓൾറെഡി ഡാൻസറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സിനിമയിലേക്ക് വന്നത് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് ആ തുടക്കം എന്ന് പറയുന്നത് ഡാൻസ് ആയിരുന്നോ? ഡാൻസ് തന്നെയാണ്. ഞാൻ റിയാലിറ്റി ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മൂൺ വോക്കിലേക്കുള്ള ഓഡിഷൻ. എത്ര റിയാലിറ്റി ഷോ ഒക്കെ ചെയ്ത് കുറെ ചെയ്തു തോന്നുന്നു? മൊത്തം 3 റിയാലിറ്റി ഷോ ചെയ്തു. കണ്ടസ്റ്റന്റ് ആയിട്ട്, അല്ലാതെ പെർഫോമർ ആയിട്ട് കുറെ റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട്. കണ്ടസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് 3 എണ്ണമാണ്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ ഇങ്ങോട്ട് വിളിച്ചേ മൂൺ വോക്കിലേക്ക്? റിയാലിറ്റി ഷോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് നിയതി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മൂൺ വോക്ക് എന്ന് പറഞ്ഞൊരു മൂവി വരുന്നുണ്ട്, പുതുമുഖങ്ങളെ വെച്ചിട്ട് എടുക്കുന്നതാണ്, നീ ഒന്ന് അയച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയച്ചതാണ്. ഓഡീഷൻ പോയി അറ്റൻഡ് ചെയ്തു? ഓഡീഷനൊക്കെ പോയി. അപ്പൊ ആക്ടിങ് ഒരു പാഷൻ, ആക്ടിങ് എന്ന് പറഞ്ഞ ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ. ഡാൻസ് അറിയാന്നുള്ള ഒരു കോൺഫിഡൻറ്റിലാണ് പോകുന്നത്. ആക്ടിങ് ആയിട്ട് ഒരു ബന്ധമില്ല ആ സമയത്ത്. ഞാൻ മുന്നേ അഭിനയിക്കുക അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. അല്ലാതെ റിയാലിറ്റി ഷോയിൽ ചെയ്യാറുണ്ട്. അതായത് ഇപ്പം നമുക്കൊരു കോൺസെപ്റ്റ് വന്ന ഇതാണ് ഇമോഷണൽ സാഡ് കോൺസെപ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലാതെ ആക്ടിങ് ആയിട്ടൊരു ബന്ധമില്ലാത്ത ഒരാളാണ് ഞാൻ. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അത് കിട്ടിയെന്ന് പറഞ്ഞപ്പോ അപ്പൊ ആദ്യം മൂൺ വോക്ക് ആയിരുന്നോ അറ്റൻഡ് ചെയ്തേ? അഭിനയിച്ച പടം മൂൺ വോക്ക്, പക്ഷെ റിലീസ് ആവുന്ന പടം മലൈക്കോട്ട വാലിബനായിരുന്നു. ശരി. അപ്പൊ മൂൺ വോക്കിന്റെ സമയത്ത് കിട്ടിയെന്ന് പറഞ്ഞപ്പോ എന്താ തോന്നിയേ? എനിക്കും കിട്ടിയോ എന്നുള്ളത്. എനിക്ക് അഭിനയിക്കാൻ അറിയാലേ. അല്ല, ഞാൻ അവിടെ പോയി ജസ്റ്റ് ഞാനായിട്ട് തന്നെയാണ് ഒന്ന് സംസാരിച്ച് അങ്ങനത്തെ രീതിയിലൊന്ന് ഡയറക്ടറിനെ ഒന്ന് സംസാരിച്ചായിരുന്നു. അപ്പോൾ പുള്ളിക്ക് എന്തോ അതിൽ നിന്ന് എന്നെ എന്തോ ഇഷ്ടപ്പെട്ടു, അങ്ങനെ സെലക്ട് ചെയ്തതാണ്. മലൈക്കോട്ട വാലിബനിലേക്ക് എത്തിയത് എങ്ങനെയാ? മലൈക്കോട്ട വാലിബൻ മൂൺ വോക്ക് ഇറങ്ങാതെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അത് ലിജോ സാറിൻ്റെ അടുത്ത് എത്തുകയും അങ്ങനെ ലിജോ സാറ് കണ്ടിട്ടാണ് എന്നെ വാലിബനിലേക്ക് വിളിക്കുന്നത്. അതിനും ഓഡീഷനും കാര്യങ്ങളൊക്കെ? അതിനും ഓഡീഷൻ ഉണ്ടായിരുന്നു. ലാലേട്ടന്റെ കൂടെയാണെന്ന് പറഞ്ഞപ്പോ അറിയില്ലായിരുന്നു. ആദ്യം അറിയില്ലായിരുന്നു. പിന്നീടാണ് രണ്ടാമത്തെ ഓഡീഷനാണ് ഞാൻ അറിയുന്നത് ലാലേട്ടൻ കൂടെയെന്ന്. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്താ തോന്നിയേ? ലാലേട്ടന്റെ കൂടെ, ഓ മൈ ഗോഡ്. അത് അങ്ങനെ പറഞ്ഞില്ല, ലാലേട്ടൻ്റെ മൂവിയാണെന്ന് എന്നോട് പറഞ്ഞില്ല. ഓഡിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ലാലേട്ടൻ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ലാലേട്ടൻ കിടപ്പുണ്ട്, നീ ലാലേട്ടനെ ഇക്കിളിയാക്കുന്ന ഒരു പരിപാടിയാണ്, ഇങ്ങനെ കാലിലിങ്ങനെ ഇക്കിളിയാക്കിയിട്ട് എനിക്ക് എണ്ണ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോഴാണ് അറിയണത് ഇത് ലാലേട്ടൻ്റെ മൂവിയാണെന്നുള്ളത്. അപ്പോൾ പേടിയെന്ന് പറഞ്ഞാൽ ഓഡിഷൻ സെലക്ട് ആകുമോ ഇല്ലെന്നുള്ള പേടിയായിരുന്നു. ഇത് കിട്ടുമോ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഒരു പേടി. അതായിരുന്നു. അപ്പൊ കിട്ടണം എന്നുള്ള ഇതായിരുന്നു. മനസ്സിലായി. അത് കിട്ടിക്കഴിഞ്ഞപ്പോ ഒന്നും നോക്കാനില്ലല്ലോ, ഞാൻ പൊളിക്കുന്നൊക്കെ. അതിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്താണ് തലവര. നല്ല അടിപൊളി ഹിറ്റായിട്ട് ഇങ്ങനെ പോയതാണ്. സോ ലൈക്ക് തലവരയിലേക്ക് വന്നത്, തലവര ആ 3 സിനിമകൾ അഭിനയിച്ചപ്പോൾ ആ ഒരു ഗ്രോത്ത് ഒന്ന് പറഞ്ഞുതരോ? ഗ്രോത്ത് എൻ്റെ ചിലപ്പോൾ അഭിനയം കൊള്ളാമെന്നുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വിളിക്കുന്നത്. അങ്ങനെ ഗ്രോത്ത് ആയിട്ട് പറയാൻ എനിക്കിങ്ങനെ ഓരോ നമ്മൾ പഠിക്കുമല്ലോ ഓരോ സിനിമകൾ കഴിയുമ്പോൾ. അപ്പോൾ തലവരയിലേക്ക് എത്തിയപ്പോൾ എന്ത് മാറ്റങ്ങളാ ഫീൽ ചെയ്തേ? മാറ്റങ്ങളെന്നല്ല, എനിക്ക് എല്ലാ ഡയറക്ടേഴ്സിനും കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഒരു മുന്നേ ഉള്ളതായിരുന്നു. ഈ വാലിബൻ കഴിഞ്ഞതിന് ശേഷം, അതിനുശേഷം ഭയങ്കര ഒരു സംഭവം എല്ലാ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് വെച്ചാൽ, ഞാൻ ലിജോ സാറിൻ്റെ അടുത്തു നിന്നാണ് വന്നത്. അപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം, ഇനി മുതൽ നല്ല നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ തലവര വന്നപ്പം ഇങ്ങനെ അർജുൻ അശോകനാണ് നായകനെന്ന് പറഞ്ഞപ്പം പുള്ളി ഒരു സീനിയർ ആക്ടറാണല്ലോ, പുള്ളിയിൽ നിന്നും കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തലവര ചെയ്യുന്നത്. കൊറിയോഗ്രാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു കൊറിയോഗ്രാഫർ ആവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? പ്രാക്ടീസ് വേണം, ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കാം, നല്ലപോലെ പ്രാക്ടീസ് വേണം, ഒബ്സർവ് ചെയ്യണം, കുറേ കാര്യങ്ങൾ പഠിക്കണം, പിന്നെ കുറേ കൊറിയോഗ്രാഫേഴ്സിൻ്റെ ഒന്ന് പഠിക്കണം. ഈഗോ പാടില്ല. ഈഗോ വേണം, ഇല്ലെന്നല്ല, എല്ലാവർക്കും ഈഗോ ഉള്ള മനുഷ്യരാണ്. പക്ഷേ എല്ലാവരെയും ഒന്നും പഠിക്കാനുള്ളൊരു ക്ഷമ വേണം. എല്ലാ കൊറിയോഗ്രാഫേഴ്സിൻ്റെ ഒന്നും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഗുണമാണ്.
നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മാത്രം നിൽക്കാതെ അവരുടെ സ്റ്റൈല്, ഇപ്പുറത്തുള്ളവരുടെ സ്റ്റൈല്, അങ്ങനെ ഓരോ സ്റ്റൈല് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആവാൻ പറ്റും. അപ്പൊ ഡാൻസിന് ഇങ്ങനെ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇതുണ്ടല്ലോ. പിന്നെ കുറെ സ്റ്റൈൽസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ പഠിക്കണോ? പഠിച്ചാൽ നല്ലതാ. ഞാൻ എല്ലാം പഠിച്ചിട്ടില്ല. എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പഠിക്കാറുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാം പഠിക്കണം എന്നാണ് എൻ്റെ. ഒന്നിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കരുത്. ഇതെൻ്റെ അഭിപ്രായമാണ്, ബാക്കിയുള്ളവരെങ്ങനെയൊന്നും എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായം എല്ലാ സ്റ്റൈലും പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. മനോജ് ഇപ്പൊ ഏതൊക്കെ സ്റ്റൈൽ പഠിച്ചു? ഞാൻ കണ്ടംപററി പഠിച്ചിട്ടുണ്ട്, ഹിപ്പ് ഹോപ്പ് അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. ഞാൻ ഫ്രീ സ്റ്റൈൽ ഡാൻസറാണ്. അങ്ങനെ സ്റ്റൈലായിട്ട് ഒരിടത്തും പഠിച്ചിട്ടില്ല. ഫ്രീ സ്റ്റൈൽ ഡാൻസർ എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റൈലും ചെയ്യാൻ എന്തും ചെയ്യും എന്നും പറഞ്ഞ് എല്ലാ സ്റ്റൈലും ചെയ്യില്ല. ക്ലാസിക്കൽ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ക്ലാസിക്കൽ ചെയ്യില്ലല്ലേ? ഇല്ല, ക്ലാസിക്കൽ വേറൊരു സ്റ്റൈലല്ലേ. അങ്ങനെ ക്ലാസിക്കൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. സെമിയൊക്കെ ചുമ്മാ അങ്ങനെ കൊറിയോഗ്രാഫി ചെയ്യും, അല്ലാതെ ചെയ്തിട്ടില്ല. ഓക്കെ, മനസ്സിലായി. ഈ കൊറിയോഗ്രാഫിയിലേക്ക് വന്നത് അപ്പം ഇങ്ങനെ ആദ്യം ഡാൻസ് ഇങ്ങനെ പഠിച്ചു, റിയാലിറ്റി ഷോ ചെയ്ത് അങ്ങനെയാണോ കൊറിയോഗ്രാഫർ ആയിട്ട്? ഇല്ല, എനിക്ക് ഈ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് കൊറിയോഗ്രാഫി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, എനിക്ക് ഒരു പുതിയ സാധനം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ സമയം തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് പെർഫോം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പരിപാടി കൊറിയോഗ്രാഫി ചെയ്യുന്നതാണ്. ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ഞാൻ ചെയ്യുന്നത്. എനിക്കത് വീണ്ടും വീണ്ടും കൊറിയോഗ്രാഫി ചെയ്യണം എന്നുള്ളൊരു ഉള്ളിലൊരു തോന്നൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. എത്ര എണ്ണം എന്നിട്ട് ഇപ്പോൾ കൊറിയോഗ്രാഫി ചെയ്തു? ഏതൊക്കെ മൂവീസ് ഞാൻ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ. ചോല എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയിൽ മുന്നേ ചെയ്തതാ. അല്ലാതെ സിനിമ അങ്ങനെയായിട്ട് ഞാൻ പരസ്യങ്ങളാണ് കൂടുതലും കൊറിയോഗ്രാഫി ചെയ്യുന്നത്. പരസ്യങ്ങൾ കൊറിയോഗ്രാഫി ചെയ്യുന്ന പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലാക്കുന്നത് ലാലേട്ടൻ്റെ കൂടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ട്. അതെങ്ങനെയായിരുന്നു ആ ഒരു പരസ്യത്തിലേക്ക് എത്തിയത്? എന്താണ് സംഭവം പറഞ്ഞുതരോ? അത് ഗോബ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ തന്നെ ഒരു ലക്ഷ്യയുടെ ആഡിന് വേണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മമിത ബൈജു. അത് ചെയ്തത് ഞാനാണ്. അപ്പം അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു എനിക്കൊരു വർക്ക് വന്നു. പിന്നീടാണ് ലാലേട്ടൻ്റെ വർക്ക് വരുന്നത്. ഇങ്ങനെ ലാലേട്ടനെ പഠിപ്പിക്കണമെന്നാണ്. വീണ്ടും ലാലേട്ടൻ. ഹായ് ലാലേട്ടാ, ഞാനിവിടെ ഉണ്ട്. ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ പഠിപ്പിക്കും എന്നുള്ളത്. പക്ഷെ പോയപ്പോ എങ്ങനെയുണ്ടായി ലാലേട്ടനെ ഡാൻസ് പഠിപ്പിച്ചിട്ട്? അടിപൊളിയല്ലേ, കൂളല്ലേ? നമ്മള് ക്വിക്കായിട്ട് പഠിച്ചെടുത്തു. അതെ, നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട് ലാലേട്ടൻ ഭയങ്കര പെട്ടെന്ന് ഡാൻസ് പഠിക്കും. അങ്ങനെ ലൈക്ക് ഒറ്റ ടേക്കിനൊക്കെ പെട്ടെന്ന് തന്നെ ഡാൻസ് ഒന്ന് പഠിപ്പിച്ചു കൊടുത്ത് കാണുമ്പോൾ തന്നെ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങ് കളിക്കുന്നൊക്കെ. ശരിയാണത്? അതെ, ശരിയാണ്. അത് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മളെ മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ടായിരിക്കും പോകുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം അദ്ദേഹം ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒരു സംഭവം ഇങ്ങോട്ട് തരും. അപ്പൊ നമ്മുടെ സാധനം ബ്രേക്ക് ആയി പോടെ. അയ്യോ, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും തരും. ചിലപ്പോ നമ്മുടെ സ്റ്റെപ്പായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്, പക്ഷെ അത് ഫേസിൽ ഒരു എക്സ്പ്രഷൻ ഇട്ട് തരും. അത് കാണുന്നതിന് ഭയങ്കര ബ്യൂട്ടി. പിന്നെ ലാലേട്ടൻ കളിക്കുന്ന കാണാൻ തന്നെ രസമല്ലേ? നല്ല രസമായിട്ട് തന്നെ ചെയ്ത്. അതെല്ലേ. ഈ ഡാൻസർ ആവണം അല്ലെങ്കിൽ ഡാൻസ് പഠിക്കണം എന്നുള്ള ആഗ്രഹം ചെറുപ്പത്തിലേ തോന്നിയത് ഇപ്പൊ തൊട്ടാ? എനിക്കങ്ങനെ ഡാൻസിലോട്ട് പോകണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല കുഞ്ഞിലേത്. അച്ഛനാണ് ഇങ്ങനെ ഒരു വീട്ടിനടുത്തൊരു സ്റ്റുഡിയോ, ചെറിയൊരു ഡാൻസ് സ്കൂൾ വന്നു. ഇങ്ങനെ അവിടെ ഇങ്ങനെ പോകണമെങ്കിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അച്ഛനാണ് കൊണ്ട് ചേർത്ത് വിടുന്നത്. അതിന് ശേഷമാണ് എനിക്ക് പിന്നെ ഡാൻസ് ഇങ്ങനെ പഠിക്കണം എന്നുള്ള ആഗ്രഹം. എനിക്ക് ഈ ചാട്ടവും മറയിലാണ് കുറച്ച് ഇഷ്ടം. എനിക്ക് തലകുത്തി മറയുക എന്നുള്ള ആ സമയത്തുള്ളത്, ഫ്ലിപ്സ് പഠിക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെ ഒരു ക്രേസ് കൊണ്ട് പിന്നെ എനിക്കത് പഠിച്ചെടുക്കണം എന്നുള്ളവരായപ്പോഴത്തേക്കാണ് ഡാൻസിലോട്ട് ഞാൻ വരുന്നത്. ഓക്കെ. ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കണ്ട്. അതെ. എന്നിട്ട് എന്താ ഇപ്പൊ ഉപയോഗിക്കലാന്ന് ഞാൻ അറിഞ്ഞു. ശരിയാണോ? ലാസ്റ്റ് ആയിട്ട് അതിൽ വീഡിയോ ഇട്ടത് 2 years ago അല്ലേ? അല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. ഷോർട്സ് ഇടാറുണ്ടല്ലോ. വീഡിയോ ഇടാറില്ല, ഷോർട്സ് ഇടല്ലേ? ഓക്കെ. അത് മെയിൻ ആയിട്ട് ഈ പറഞ്ഞ ഡാൻസ് പഠിക്കാനും അങ്ങനത്തെ ഇതിനും യൂസ് ചെയ്യാനാണോ? അതെ, എൻ്റെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ടും. ഓക്കെ. എനിക്കൊരു ഓൺ സ്റ്റുഡിയോ ഉണ്ട്, ഡാൻസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട് അതിനകത്തുള്ള റീൽസും എൻ്റെ സ്റ്റുഡൻസിൻ്റെയൊക്കെ റീൽ ഞാൻ അതിലിടാറുണ്ട്. സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? 1 year ആയി. കഴിഞ്ഞ 14ാം തീയതി ആയപ്പോൾ 1 year ആയി. 1 year ആനിവേഴ്സറി കഴിഞ്ഞ്. ഇപ്പം എത്ര പിള്ളേർ പഠിക്കുന്നുണ്ട്? ഇപ്പം എനിക്ക് എല്ലാം മാക്സിമം ഒരു 50 കുട്ടികളാണ്. ഓക്കെ. അതുപോലെ വിജയ് സേതുപതിയുടെ കൂടെ ഒരു ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അത് എങ്ങനെയാ, ഇതിൽ സിനിമയുടെ പരിപാടിയായിട്ട് കണ്ടാണോ? അല്ല, അത് ഞാൻ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ആയിരുന്നു. എനിക്ക് ഫോർമാൾ നടത്തായിരുന്നു എൻ്റെ റൂം. ഓക്കെ. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് റൂമിലോട്ട് പോകുന്ന വഴി നമ്മുടെ മലയക്കോട്ടെ വാലിബലിലെ ക്യാമറമാൻ മധു സാറിൻ്റെ അസിസ്റ്റന്റ് ഒരു പുള്ളിയുണ്ട്, ബിനു എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. അപ്പം പുള്ളി ഇവിടെ എന്തൊരു ഷൂട്ടിന് വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് ഷൂട്ടാണെന്ന് ചോദിച്ചപ്പം ഇങ്ങനെ ഒരു വെബ് സീരീസ് ആണ്, വിജയ് സേതുപതിയാണ് നായകൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ ചോദിച്ചു. നീ നൈറ്റ് വിളിക്കും, നൈറ്റാണ് ഷൂട്ട്, നീ നൈറ്റ് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് നൈറ്റ് പോയി.
പുള്ളിയെ കണ്ടു. പക്ഷെ പുള്ളിയെടുത്ത് പോയി സംസാരിക്കാൻ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. ഉറപ്പായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബിനിച്ചേട്ടൻ പറഞ്ഞു എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ആടാന്ന് പറഞ്ഞിട്ട് നേരെ പുള്ളിയുടെ അടുത്ത് നമ്മൾ വന്നതും പുള്ളി എണീറ്റു. എണീക്കണതൊക്കെ നമുക്ക് ഒരാൾ വരുമ്പോൾ എണീക്കുക എന്നുള്ളത് വലിയ കാര്യമാണല്ലോ. എണീറ്റിട്ട് സാർ ഇതാ മനോജ്, മലക്കോട്ടെ വാലിബങ്കര പടത്തിലെ ചിന്ന പയ്യങ്കര ரோல் பண்ணியிருக்கான்னு പറഞ്ഞു. ഇങ്ങനെ ആലോചിച്ചിട്ട് அந்த மோகன்லால் சார் கூட சுற்றிட்டு இருப்பான் அந்த பையனான்னு. ஆமாம் சார் நான் தான். சூப்பராக பண்ணேன், நல்லா பண்ணேன். ലിജോ സാർ முதல்ல எனக்கு தான் കഥ சொன்னாங்க പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര പുള്ളിക്ക് അറിയാം, പുള്ളി പടം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പടം കണ്ടിട്ടില്ലായിരിക്കും വിചാരിച്ചു, പടം കണ്ടിട്ടുണ്ട്. നീ നല്ല പണ്ണ, നല്ല ഇരുந்துச்சு, താങ്ക് യു സാർ എന്ന് പറഞ്ഞു. ഞാൻ സാർ എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് വെച്ചാൽ ഞാൻ ഉള്ള വരുമ്പോൾ തരാമെന്ന് പറഞ്ഞ് ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്തു. ഫൈറ്റ് സീൻ എന്തോ ആണ്, ഞാൻ അങ്ങനെ കുറേ ഷൂട്ട്സൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഫോട്ടോ എടുത്തു, പക്ഷെ ഫോട്ടോ ബ്ലറായി പോയി. രണ്ടാമത് ചോദിക്കുമ്പോൾ വേറെ നെഗറ്റീവ് അടിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് പോവാൻ ഇറങ്ങിയപ്പോഴത്തേക്കും സാർ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒക്കാറാന്ന് പറഞ്ഞു. ഇല്ല സാർ, ഫോട്ടോ ബ്ലറായി പോയിച്ചു, ഒരു ഫോട്ടോ കൂടെ എടുത്തുക്കളാമാന്ന് വെച്ചു. ശരി വാന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഫുൾ കോസ്റ്റ്യൂമിലാണ്, അതുകൊണ്ട് സെൽഫിയാണ് തന്നത് എനിക്ക്. സെൽഫി എടുത്തു. അപ്പം പുള്ളി ഞാൻ എന്തോ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലെ പുള്ളിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇല്ല സാർ, ഒന്നുമില്ല സാർ, ഉടമ്പ ഭാഗത്തേക്ക് ഭദ്രമാ ഇറങ്ങി ഞാൻ പോയിട്ട് വരാം സാർ എന്ന് പറഞ്ഞു. എത്ര ആഡ്സ് ടോട്ടൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവും? ആഡ്സ് ഇപ്പം ഞാൻ 3 ആഡ് ചെയ്തു, ഇൻക്ലൂഡിങ് ലാലേട്ടൻ്റെ KCLന്റെ അല്ലേ? ഓക്കെ. ഒരു ഡ്രീം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഡ്രീം? അങ്ങനെ എനിക്ക് ഡ്രീമുകളില്ല. അങ്ങനെ ഡ്രീമുകൾ ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല. ഇങ്ങനെ എങ്ങനെ നടക്കണം, അതാണോ ഡ്രീം? സിനിമയും ആഡൊക്കെ ചെയ്ത് അല്ല, ഡ്രീമായിട്ട് അങ്ങനെ എത്തിപ്പെടണം എന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എത്തിപ്പെട്ടില്ലെങ്കിൽ പിന്നെ അത് വിഷമമാവും. നമ്മളെ ചെയ്യുന്ന ജോലി നന്നായിട്ട് ചെയ്തു പോവുക എന്നുള്ളതാണ്. എത്തണമെങ്കിൽ എത്തട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് അവിടെ എത്തിപ്പെടണം എന്നുള്ള ഒരു ഇതില്ല. ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ അവിടെ എത്തും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. സോ അങ്ങനെ ചെയ്തു പോകുന്നു. ഇപ്പൊ ചെയ്യുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഷുവറായിട്ടും. എനിക്ക് തോന്നുന്നു ചെറിയ ഏജിൽ തന്നെ ഇത്രയും വലിയൊരു സംഭവം ചെയ്യാന്ന് എന്റെ ലൈഫിൽ ഞാൻ തിങ്ക് ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അത് ഞാൻ ഭാഗ്യം ചെയ്തവനാണല്ലോ. ഇതിൽ കൂടുതൽ ഞാൻ ഡ്രീമിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വെറുതെ അങ്ങനെ ആലോചിക്കണ്ടല്ലോ. ഇനിയൊരു ഡ്രീം ഇല്ല, ഞാൻ എന്റെ ഡ്രീമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊളി പൊളി പൊളി. മൂൺ വാക്കിന്റെ സമയത്ത് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപ് റിയൽ ലൈഫിലുള്ള ആളുകളൊക്കെ പോയി കാണുകയും അവരോട് സംസാരിക്കുകയും അവരുടെ അടുത്ത് നിന്ന് പഠിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നോ? സിനിമയിൽ ആദ്യമായിട്ടാണല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോയി കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആ സമയത്ത് ഇല്ലായിരുന്നു. അപ്പൊ നേരെ പോയി 2 മാസം ട്രെയിനിങ്ങും മൂൺ വാക്കിൻ്റെ ആ പഴയ സ്റ്റൈല് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയും അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഇതുള്ളൂ. പിന്നെ അതിനുശേഷം സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ കാണുന്നത്. പഴയ ആൾക്കാർ, പഴയ ഡാൻസേഴ്സ്. ഇപ്പം നമ്മൾ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ആഡൊക്കെ ചെയ്തല്ലോ, കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ എന്താ ആക്ച്വലി നമ്മളോട് പറയുക ഡയറക്ടേഴ്സ്, എന്താ വേണ്ടേ, അവർ നീഡ് പറയുമ്പോൾ അതിനനുസരിച്ച് വേണ്ടേ നമ്മൾ സ്റ്റെപ്പൊക്കെ ചെയ്യാൻ. അപ്പം അതിൻ്റെ ഒരു പ്രോസസ്സ് പറഞ്ഞുതരോ? അത് ഞാൻ തിങ്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ബാക്കിയുള്ള കൊറിയോഗ്രാഫേഴ്സ് തിങ്ക് ചെയ്യുന്നത്. ഇപ്പം സാറ് ഉദ്ദേശിക്കുന്ന, ഇപ്പോൾ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന സാധനം നമ്മളത് കൊടുക്കുക. നമ്മളെപ്പോഴും ക്വിക്കായിരിക്കണം. കൊറിയോഗ്രാഫേഴ്സ് എപ്പോഴും ഇത് കൊള്ളില്ല മനോജ്, വേറെ എടുക്കാമോ, വേറൊരു സ്റ്റെപ്പ്, അങ്ങനത്തെ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മളപ്പം ട്രെയിൻഡ് ആയിരിക്കണം. അടുത്ത് കൊടുക്കാൻ റെഡി ആയിരിക്കണം. പിന്നെ ഇപ്പം ലാലേട്ടനാവട്ടെ, വേറെ ഏത് ആക്ടർ ആവട്ടെ, ലാലേട്ടനൊരു സംഭവമുണ്ട്. ഇപ്പം നമ്മൾ ഒരിക്കലും ഞാൻ ഇത് പറയുന്നത് എൻ്റെ ഒരു കൺസെപ്റ്റിലാണ്, എൻ്റെ ഒരു തോട്ടിലാണ് ഞാൻ പറയുന്നത്. ഇപ്പം ആസ് ഞാൻ ഒരു കൊറിയോഗ്രാഫറാണ്. അപ്പം എൻ്റെ സ്റ്റൈലോ എൻ്റെ സ്റ്റെപ്സോ പോയി ലാലേട്ടനെ പഠിപ്പിച്ചു കൊടുക്കാൻ നിൽക്കരുത്. ലാലേട്ടന് എന്ത് പറ്റും, ലാലേട്ടൻ്റെ ഒരു സ്റ്റൈലുണ്ട്, ആ സ്റ്റൈലിൽ ഇട്ട് കൊടുത്താൽ മാത്രമേ ലാലേട്ടനും ചെയ്യാൻ പറ്റുള്ളൂ, അതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ സ്റ്റൈലും എൻ്റെ സ്റ്റെപ്പും പോയി പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ലാലേട്ടൻ്റെയോ വേറെ ആക്ടർമാരെയോ ബോഡിയിൽ വഴങ്ങണമെന്നില്ല. അപ്പൊ അവർക്ക് എന്ത് പറ്റും, അവർക്ക് എങ്ങനെ പറ്റും, അതിനെ നമ്മൾ ബ്യൂട്ടി ആക്കണം. മാക്സിമം ബ്യൂട്ടി ആക്കി ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവര് ഹാപ്പി ആവും, കാണുന്നവർക്കും നല്ല പെർഫെക്റ്റ് ആയിരിക്കും. പണിയെടുപ്പിക്കരുത്. നമ്മളങ്ങനെ പണിയെടുക്കും പോലെ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കരുത്. ഡാൻസ് എന്നുള്ളത് ഒരു ഹാപ്പിനെസ് കിട്ടുന്ന സാധനമാണ്. അപ്പൊ നമ്മൾ അവരെ ഹാപ്പി ആക്കാനും നോക്കാവും. അല്ലാതെ ഈ സ്റ്റെപ്പ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പണി പോലെ ചെയ്യും. അത് എനിക്ക് തോന്നുന്നു അത് കുറച്ചൊരു ഇതിപ്പോ നമ്മൾ കാണുന്നവർക്കാണെങ്കിലും എന്താ അടിപൊളിയായിട്ട് കളിക്കണേന്ന് തോന്നണമെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിക്കാം. അവർക്ക് ഉള്ളിൽ നിന്നും ഹാപ്പി ആയിട്ട് അത് കളിക്കാൻ തോന്നണം.
അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് എങ്ങനെയെങ്കിലും ഞാൻ കളിച്ച് തീർക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും കളിക്കണേ ആൾക്കാർ. അങ്ങനെ ചെയ്യിപ്പിക്കാതിരിക്കണം ബെറ്റർ. ഓക്കെ. എപ്പോഴെങ്കിലും ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടില്ല, മാറ്റി എന്നുള്ള ആ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവും? ഉറപ്പായിട്ടും നമ്മളത് മാറ്റി കൊടുക്കണം. നമ്മുടെ ജോലി അതാണല്ലോ. ഡയറക്ടറാണല്ലോ ഇവിടെ മെയിൻ. അതെ അതെ ഉറപ്പായിട്ടും. നമ്മൾ കൊറിയോഗ്രാഫർ, അവർക്ക് പുള്ളി ഡയറക്ടർ ഉദ്ദേശിക്കുന്ന സാധനം ഇവിടെ വന്നില്ല, മനോജ് അത് മാറ്റാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് മാറ്റാൻ റെഡി ആയിരിക്കണം. അല്ലാതെ എനിക്ക് ഈ സ്റ്റെപ്പ് ഞാൻ ഇട്ടുപോയി ഇനി അത് മാറ്റാനൊന്നും പറ്റൂല നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളതാണ് ക്വിക്കായിരിക്കണം. ഓക്കെ സാർ ഒരു 5 minutes ഇപ്പം മാറ്റിത്തരാം എന്ന് പറഞ്ഞ് അങ്ങ് മാറ്റണം. കൂടുതൽ ഡാൻസ് ചെയ്യാനാണോ, ഈ പറഞ്ഞ കൊറിയോഗ്രാഫി ചെയ്യാനാണോ, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാനാണോ ഇഷ്ടം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പെട്ടു. ഡാൻസിലാണ് എന്നുണ്ടെങ്കിൽ കൊറിയോഗ്രാഫി ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. നമ്മൾ പെർഫോം ചെയ്യാൻ ഇഷ്ടമല്ലെന്നല്ല, പക്ഷെ എനിക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ. അത് നമ്മൾ ചെയ്ത സാധനം വേറൊരാളെ ചെയ്ത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. പക്ഷെ ഡാൻസ് ആണോ ആക്ടിങ് ആണോ എന്ന് വെച്ചാൽ ഡാൻസ് തന്നെയാണ്. ആണോ? അതാണ് ഞാൻ ചോദിച്ചത്. ഓ അതാണ് ചോദിച്ചത്. അതാണ് ഡാൻസ് തന്നെയാണ്. ഞാൻ വന്ന വഴി അതല്ലേ, മറക്കാൻ പാടില്ലല്ലോ. അതെ അതെ. ഇപ്പൊ ഏതെങ്കിലും സിനിമകൾ റിലീസിനുണ്ടോ? റിലീസ് ഒരെണ്ണമുണ്ട്, കറക്കം എന്ന് പറഞ്ഞിട്ട് ശ്രീനാഥ് ബാസി മെയിനായിട്ട് നിൽക്കുന്ന ഒരു പടം. അതിലൊരു മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആഡുകൾ പരസ്യം ഇപ്പോൾ ഒരെണ്ണം സംസാരത്തിലാണ്, അതൊന്ന് ഫിക്സ് ആയില്ല. അത് ഒരു പരസ്യം ഉണ്ട് ഇപ്പം, ഉടനെ ഉണ്ട്, പക്ഷെ അത് സംസാരത്തിൽ ഓൺ ദ വേ ആണ്. അപ്പൊ എല്ലാം പുറകെ വരും. ഈ പറഞ്ഞ എല്ലാം പുറകെ വരട്ടെ. ഇനി ഇഷ്ടംപോലെ ആഡ്സും സിനിമകളും എല്ലാം പുറകെ വരട്ടെ എന്ന് വിഷയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത ഒരു നമ്മുടെ കറക്കം സിനിമയുടെ ഇന്റർവ്യൂ വീണ്ടും ഞാൻ ശരി, താങ്ക് യു.